അപ്പോൾ ഈ RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാനുള്ള നടക്കാത്ത കാര്യം. ഇപ്പോൾ നമുക്ക് കൊല്ലം ടു ട്രിവാൻഡ്രം മാത്രമാണെങ്കിൽ നടക്കാം. കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു സബർബൻ സർവീസിൽ 600 കിലോമീറ്ററല്ലേ ഉള്ളൂ. അങ്ങനെ സ്ഥലത്തേക്ക് ഉണ്ടോ അവിടുന്ന് ഇങ്ങോട്ട് അത് നടക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. RRTSൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേഷൻസ് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ സ്റ്റേഷനൊക്കെ വരെ അങ്ങനെ ആകുമ്പോൾ പതുക്കെ പോകുള്ളൂ. അതൊരു ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്ക് ഇത് കേട്ടാൽ ദിസ് ഈസ് എ ഫൂളിഷ് വെഞ്ചർ എന്നാണ് പറയുക. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ മെയിൻ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹൈ സ്പീഡിലും ഇതിന് പകരം നിങ്ങൾക്ക് വൈ കാണ്ട് യു ഡു ഒരു RRTS. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുള്ളൂ. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതാണ് കേട്ടോ. കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ തെക്കോട്ട് അങ്ങനെയുള്ള ഒരു സബർബൻ സർവീസ് ഓവർ ലെങ്ത് ഓഫ് 60 to 70 കിലോമീറ്റേഴ്സ് ഓഫ്. അതിന് ഉദ്ദേശിച്ചതാണ്. ഡൽഹിയിലിപ്പോൾ മേയർക്ക് ഈസ് ഓൺലി 50-60 കിലോമീറ്റേഴ്സ് അവേ. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് RRTS വയ്ക്കാൻ പറഞ്ഞാൽ ആവശ്യം വയ്ക്കും ദൂരത്തിൽ. അല്ല, അതിനെപ്പറ്റി നമ്മൾ ആരും വരിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരി വെച്ചിരിക്കുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാതിരി മാത്രമേ ചെയ്യുള്ളൂ. ആൾക്കാർക്ക് ഉള്ള മനസ്സിലാവും. ആ സമയത്തിനുള്ളിൽ എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയിലെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കാം. അത് റിപ്പോർട്ടിനകം താമസമാണെങ്കിൽ ശരി, അതിൻ്റെ കംപ്ലീറ്റ് രൂപം ഫൈനലൈസ് ചെയ്ത് നാട്ടുകാർക്ക് അയക്കണം. എല്ലാവരും അയച്ച് പല ദിക്കിലും പോയിട്ട് ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ വ്യൂണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസറിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. നിങ്ങളതിനെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ഇനി സ്റ്റഡി ചെയ്തു. ഞാൻ വിചാരിച്ചതിലൊക്കെ എത്രയോ വലിയ വലിയ ഉപകാരം വരാൻ പോകുക കേരളത്തിൽ ഈ RRTS. എൻ്റെ ഇംഗ്ലീഷോടെ അവിടെ ഒരു പേപ്പർ അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അതിൽ ഞാൻ അദ്ദേഹം നമുക്ക് കാര്യം ഇമാജിൻ ഒരു ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് thousands and thousands of tons of ഡീസൽ അതിൻ്റെ ആവശ്യമില്ല അവിടെ, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ എത്രയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമറിയോ? ഹ്യൂജ്. പിന്നെ ഓരോരുത്തരും ഇതിൽ തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാൾ ഈ സേവ്സ് 5 hours ജേർണി ടൈം. അങ്ങനെ എത്ര ആൾക്കാർ ഒരു വണ്ടിയൊന്നുമല്ലോ. ഞാൻ വിചാരിക്കും എങ്ങനെയും ഒരു 160-180 ഫ്രണ്ട്സ് കൂടെ അപ്പല്ലോ. എന്നിട്ട് ആൾക്കാർക്ക് എന്ത് സേവിങ്, ടൈം സേവിങ്. ഈ ടൈം സേവിങ് എന്തെല്ലാം ഉപയോഗിക്കാം. അതാണ് ഞാൻ പറയുന്നത് നിൽക്കുന്നത്. ഇതൊരു സജഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടും നോക്കാം, ഏതെന്നാൽ പറ്റിയിട്ട് കൊണ്ട് നടത്താനേ പറയുള്ളൂ. രണ്ടും കൊണ്ട് നടക്കില്ല. പക്ഷെ എനിക്കൊരു സംശയമില്ല, ടെക്നിക്കൽ മാൻ RRTS ഈസ് നോട്ട് വർക്കബിൾ. തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് എന്താ ഗുണം? കാസർഗോഡ് എത്തണ്ടേ?
ഇവിടുന്ന് പുറപ്പെട്ട് കറക്കുക. ഇത് മാക്സിമം അവർ സമ്മതിക്കും ചെങ്ങന്നൂർ വരെ പോവാം. ചെങ്ങന്നൂർക്കും ട്രിവാൻഡ്രം. യെസ്, അതിൽ മീനെ പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകുന്നത് വളരെ ഷോർട്ട് ട്രെയിനാണ് പോയി. മുഖ്യമന്ത്രിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഐഡിയ കൊടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരൊരു ഐഡിയ കൊടുത്തിട്ടാണ് അത് ആരാ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി അറിയില്ല.